ദ ജേണലിസ്റ്റിലേക്ക്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ 12 നിർണായകമായ നേട്ടങ്ങളാണ് ഇറാന് ഉണ്ടായിരിക്കുന്നത്. അതായത് ആ കരാറിൽ പറയുന്ന 14 കാര്യങ്ങളിൽ 12 എണ്ണവും ഇറാന്റെ വൻ കുതിപ്പിന് ഉതകുന്നതാണ്. അതോടൊപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതുണ്ടാക്കുന്ന മാരകമായ നഷ്ടം, മാരകമായ ഭയാനകമായ തിരിച്ചടി അപ്രവചനീയമാണ്. ഇനി അങ്ങോട്ട് അപ്രതീക്ഷിതവുമായിരിക്കും. അതായത് ഗസയിലെ സാധാരണക്കാരായ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൂട്ടക്കുരുതി നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഞങ്ങളാണ് എന്ന് മേനി നടിച്ചിരുന്ന ഇസ്രായേലിന് ഇതിനൊക്കെ പകരം കിട്ടുന്ന സമയം അടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇനി അങ്ങോട്ട് ഇസ്രായേൽ ഭയക്കുന്ന രീതിയിലുള്ള വളർച്ചയാണ്, ഉയർച്ചയാണ് ഇറാന് സംഭവിക്കാൻ പോകുന്നത്. നോക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ ഇറാന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാന് അന്താരാഷ്ട്ര തലത്തിൽ സമ്പൂർണമായ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇറാനുമേൽ ഇനി ആരും കുതിര കയറാനോ ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനോ ഇറാനെ ഏതെങ്കിലും തരത്തിൽ ഉപരോധിക്കാനോ ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളോ ഭീഷണികളോ ഉയർത്താനോ ഒന്നും ഇനി കഴിയില്ല എന്നുള്ളതാണ് ഈ കരാർ നിലവിൽ വന്നതോടെ പ്രാഥമികമായി യാഥാർത്ഥ്യമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത്രയും നാൾ ഇറാനെ ഇല്ലാതാക്കും, ഇറാനെ അവസാനിപ്പിക്കും, ഇറാൻ വരുതിയിൽ വരണം, ഇറാന് അല്ലെങ്കിൽ വലിയ ഭീഷണി നേരിടേണ്ടി വരുമെന്നൊക്കെ നെതന്യാഹുവും ട്രംപും ആവർത്തിച്ച് പലതവണ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു കരാർ നിലവിൽ വന്നതോടെ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാനെ പരിപൂർണമായി സ്വതന്ത്രമാക്കുക, അവരെ ഒരു ഭീഷണികളും ഇല്ലാതെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. അത് ട്രംപ് മഹാമനസ്കനായതുകൊണ്ട് ചെയ്തു കൊടുത്ത കാര്യമല്ല, ഒരു ഔദാര്യമല്ല, നേരെ മറിച്ച് അത് ട്രംപ് ചെയ്യേണ്ടി വന്നതാണ്. ട്രംപിനെ ആ വിധത്തിലേക്ക് എത്തിക്കുകയാണ് ഇറാൻ ചെയ്തത്. അതുപോലെ ആണവ ശേഖരത്തിന്റെ കാര്യം ഇറാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഈ ആണവ ശേഖരം എന്ന് പറയുന്നത് ഞങ്ങളുടെ, അല്ലെങ്കിൽ ആണവ പരീക്ഷണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന്. പക്ഷെ അമേരിക്കയും ഇസ്രായേലും ഒരു കാരണവശാലും അത് അംഗീകരിക്കുകയില്ല. നിങ്ങൾ ആണവായുധം ഉണ്ടാക്കാൻ പോവുകയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പലതവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ആക്രമണം നടത്തുകയും ചെയ്തത്, അല്ലെങ്കിൽ യുദ്ധം ആരംഭിക്കുകയും ചെയ്തത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആണവ ശേഖരത്തെക്കുറിച്ച് ഒരക്ഷരം പോലും അമേരിക്ക പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കരാർ ഒപ്പിടുമ്പോൾ അമേരിക്കയുടെ മുൻ നിലപാടുകൾ അനുസരിച്ചായിരുന്നുവെങ്കിൽ അമേരിക്ക ചെയ്യേണ്ടിയിരുന്നത് ഈ ആണവ ശേഖരം മുഴുവനായി ഞങ്ങൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഈ ആണവ ശേഖരം മുഴുവൻ മറ്റേതെങ്കിലും ഒരു ഏജൻസിക്കോ രാജ്യത്തിനോ കൊടുത്ത് നിങ്ങൾ സറണ്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഈ ആണവ ശേഖരം ഇനി ഉപയോഗിക്കരുത്, എന്തെങ്കിലും ഒരു വാക്ക് നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെക്കുറിച്ച് അമേരിക്ക പറയേണ്ടതാണ്. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ കരാറിൽ എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ലോട്ടറി ആവുന്നത്. അതായത് ഈ ആണവ ശേഖരം ഉപയോഗിച്ച് തങ്ങളുടെ ഊർജ പ്രതിസന്ധികൾ പരിഹരിക്കാനും വീണ്ടും വീണ്ടും ആണവ പരീക്ഷണങ്ങൾ ഇതേ ആവശ്യത്തിന് വേണ്ടി നടത്താനുമുള്ള പഴുത് ഈ കരാറിൽ ഇറാൻ അനുകൂലമായി വന്നിട്ടുണ്ട്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഭീഷണി ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അമേരിക്കയുമായി ചേർന്ന് ഈ യുദ്ധം പ്ലാൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച ആണവ ശേഖരവും ഇറാന്റെ ആണവ പരീക്ഷണവുമായിരുന്നു. അത് തടയാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല, അത് വേണ്ടെന്ന് പറയാൻ അമേരിക്കയ്ക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇറാൻ ഏറ്റവും അനുകൂലമായി വരുന്നത് ഹോർമുസിന്റെ നിയന്ത്രണം പരിപൂർണമായി ഇറാനിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ്. അതായത് ഇതിനു മുമ്പ് യുദ്ധം തുടങ്ങുന്ന സമയത്ത് ട്രംപ് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം, ഹോർമുസ് സ്വതന്ത്രമാക്കിയ ശേഷം അത് അമേരിക്കയുടെ കീഴിലേക്ക് കൊണ്ടുവന്ന് ഹോർമുസ് കടലിടുക്കിന് ട്രംപിന്റെ പേരിട്ട് ആ രീതിയിൽ അത് കൈകാര്യം ചെയ്യുമെന്നായിരുന്നു. പക്ഷേ ഈ കരാർ വരുമ്പോൾ ഹോർമുസ് കടലിടുക്കിൽ ഒരു നിയന്ത്രണവും അമേരിക്ക അവകാശപ്പെടുന്നില്ല. നേരെ മറിച്ച് അതിലൂടെ കപ്പലുകൾ സ്വതന്ത്രമായി കടന്നു പോകണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം നാളെ ഇറാൻ അവിടെ ടോൾ പിരിച്ചാലും, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫീസ് ഈടാക്കിയാലും, അവിടെ ഇറാന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നാലും അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. ആ വിധത്തിലേക്ക് കാര്യങ്ങൾ ഈ കരാറിലൂടെ ഇറാൻ എത്തിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആ ആവശ്യത്തിന് മുന്നിൽ അമേരിക്ക മുട്ടുകുത്തിയിരിക്കുന്നു. ഇനി നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ മിത്രങ്ങളടക്കം പൊട്ടിക്കരയുന്ന കാര്യമെന്ന് പറയുന്നത്, ഇറാന് നേട്ടമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇവിടുത്തെ പല യൂട്യൂബർമാരും വർഗീയ
നിരീക്ഷകരും ഒക്കെ പറഞ്ഞത് ഇറാന്റെ ഇസ്ലാമിക ഭരണം അവസാനിക്കാൻ പോവുകയാണ്. ഇത്രയും കടുത്ത ഇസ്ലാമിക നിയമങ്ങളുമായിട്ട് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടുത്തെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. അവിടുത്തെ ജനങ്ങൾ വലിയ തോതിൽ ദുരിതം അനുഭവിക്കുകയാണ്. ട്രംപിന്റെ ഈ നടപടി അവിടുത്തെ ജനങ്ങൾക്കുള്ള രക്ഷയാണ്, ഇസ്ലാമിക ഭരണത്തിന്റെ അന്ത്യമാണ് എന്നൊക്കെയാണ്. പക്ഷേ ഈ കരാറിൽ ഇസ്ലാമിക നിയമവുമായി അല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് എന്തൊക്കെയാണോ അവിടെ ചെയ്തിരുന്നത് അതൊക്കെയായിട്ട് മുന്നോട്ട് പോകാനുള്ള അനുമതി പരോക്ഷമായി നൽകുന്നുണ്ട്. അതായത് ഇറാന്റെ ഭരണപരമായ കാര്യങ്ങൾ, അവിടുത്തെ ഭരണകൂടത്തിന്റെ നയങ്ങൾ, അവിടുത്തെ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾ, ഇതിലൊന്നും ഇനി ആരും കൈ കടത്തരുത് എന്ന് തീർത്ത് ഈ കരാറിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇതിലൊന്നും കയറി ഇടപെടാൻ ഇനി ഇസ്രായേലിനോ മറ്റ് രാജ്യങ്ങൾക്കോ കഴിയുകയില്ല. ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിക ഭരണത്തിന്റെ പേരിൽ ഇറാനെ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ പോലും അത് കരാറിന്റെ ലംഘനമാകും. അതിനെതിരെ നടപടികളിലേക്ക് നീങ്ങാനും കഴിയും. ഇനി മറ്റൊന്ന്, അത് ഇറാന് സൂപ്പർ ലോട്ടോ അടിച്ചതാണ്. അത് $30,000 അമേരിക്ക ഇറാന് നൽകാമെന്ന് ഉറപ്പ് കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം $24,000 ആസ്തികൾ ഇറാന്റേതായി പിടിച്ചു വെച്ചിട്ടുണ്ട്. അതും വിട്ടുകൊടുക്കാൻ പോവുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് $54,000 ഒറ്റയടിക്കുള്ള നേട്ടം ഇറാന് സംഭവിക്കുകയാണ്. ഇതിൽ തന്നെ ഈ $30,000 എന്ന് പറയുന്നത് അമേരിക്ക സഖ്യരാജ്യങ്ങളുമായി ചേർന്ന് സംഘടിപ്പിച്ച് നൽകുന്നതാണ് എന്നതിൽ പറയുന്നു. സ്വാഭാവികമായിട്ടും സൗദിയും ഖത്തറും കുവൈറ്റും ഒക്കെ അടങ്ങുന്ന GCC രാജ്യങ്ങൾ ഈ തുക സമാഹരിച്ച് പല വഴിയിൽ സമാഹരിച്ച് അമേരിക്കയ്ക്ക് നൽകി അമേരിക്ക വഴി ഇറാനിലേക്ക് എത്തിക്കേണ്ടി വരും. അത് GCC രാജ്യങ്ങളെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ ഇറാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ അന്ധമായ അമേരിക്കൻ വിധേയത്വം പുലർത്തിക്കൊണ്ട് പല രാജ്യങ്ങളും നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ആ രാജ്യങ്ങളെയൊക്കെ തങ്ങൾക്കനുകൂലമായി കൊണ്ടുവരാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും തന്ത്രപരമായ നീക്കം. അതായത് $30,000 ഇറാന് സമാഹരിച്ച് നൽകാൻ ഈ രാജ്യങ്ങളൊക്കെ വിയർപ്പൊഴുക്കേണ്ടി വരും എന്ന് മാത്രമല്ല, ഈ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾക്കുണ്ടായിരിക്കുന്ന നാശനഷ്ടം വളരെ വലുതാണ്. സ്വാഭാവികമായും ഈ നാശനഷ്ടങ്ങൾക്ക് കാരണമായത് ഇറാനാണ്. അപ്പൊ ഇറാനിൽ നിന്ന് ഈ പണം നേടിയെടുക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇറാനെ കൊണ്ട് നഷ്ടപരിഹാരം കൊടുപ്പിക്കണം എന്നൊരു ആവശ്യം ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഇറാൻ അനുകൂലമായ ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇറാന്റെ ശക്തിയെ ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് മുഴുവൻ കാരണമായത് അമേരിക്കയുടെ ഇസ്രായേൽ പറയുന്നത് കേട്ടിട്ടുള്ള യുദ്ധ നീക്കമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതും അമേരിക്ക ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അത് ഗൾഫ് രാജ്യങ്ങളെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അവരുമായി ചേർന്ന് ആ നഷ്ടപരിഹാരം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇനി ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടമെന്ന് പറയുന്നത് ഇറാന് വലിയ വളർച്ചയ്ക്കുള്ള സാഹചര്യം. അതായത് ഇപ്പോഴത്തെ ഭരണകൂടം, ഇസ്ലാമിക ഭരണകൂടത്തിന് അവരുടെ ആശയങ്ങളിൽ നിന്നുകൊണ്ട്, അവരുടെ മത നിയമങ്ങളിൽ നിന്നുകൊണ്ട്, അവരുടെ വികസന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് എങ്ങനെയാണോ ഒരു പുതിയ ഇറാനെ കെട്ടിപ്പടുക്കാൻ അവർ വിഭാവനം ചെയ്യുന്നത്, അത് അതുപോലെ തന്നെ പരിപൂർണമായി അങ്ങനെ തന്നെ ഒരു തടസ്സവുമില്ലാതെ നടപ്പാക്കിയെടുക്കാൻ കഴിയും ഈ ഒരൊറ്റ കരാറിലൂടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. ഉപരോധങ്ങൾ നീങ്ങുകയാണ്, സാമ്പത്തിക സഹായം ലഭിക്കുകയാണ്, അമേരിക്കൻ കമ്പനികൾ ഇറാനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം തടസ്സങ്ങളൊക്കെ നീങ്ങി. ഇനി ഇറാന്റെ മൂലധന നിക്ഷേപം, ഇറാനിലേക്കുള്ള മൂലധന നിക്ഷേപം എന്നുള്ളത് സാർവത്രികമാണ്, എല്ലാ രാജ്യങ്ങൾക്കും ചെയ്യാൻ കഴിയും. അങ്ങനെ ഇറാന് നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, പുതിയ പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട്, ഇറാന്റെ എണ്ണ മേഖലയിലടക്കം വലിയ നിക്ഷേപങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വമ്പൻ പുരോഗതിയിലേക്ക് പോകാനുള്ള അവസരം ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏഴാമത്തെ കാര്യം. ഇനി ഇറാൻ ആണവായുധം ഉണ്ടാക്കുകയില്ല എന്നുള്ള കാര്യമൊക്കെ ട്രംപ് വലിയ വായിൽ വീമ്പ് പറയുന്നുണ്ട്, വീരവാദം പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കില്ല. ലോകത്തെ ഏത് ഏജൻസിക്ക് വേണമെങ്കിലും ഞങ്ങളുടെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് വരാം, ഇവിടെ പരിശോധന നടത്താം, ഞങ്ങൾ ഒരു തരത്തിലുള്ള ആണവായുധവും ഉണ്ടാക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞൊരു കാര്യമാണ്. അതിപ്പോൾ എടുത്തു വെച്ചിട്ട് ഇറാൻ ആണവായുധം ഉണ്ടാക്കാത്തത് അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണ് എന്ന് പറഞ്ഞ് മേനി നടിക്കുന്ന ട്രംപിനെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെയും ഇറാൻ പണ്ട് മുതലേ പറയുന്നത് സത്യമായിരുന്നു എന്ന ധാരണ ലോകത്തിന് ലഭിക്കുന്നതിന് കാരണമാവുകയാണ്. എന്ന് മാത്രമല്ല, ഇറാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു. ഇറാൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന രാജ്യമാണ്. ഇറാൻ തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല, നിലപാടിൽ വെള്ളം ചേർത്തിട്ടില്ല. പറഞ്ഞത് അത്രയും സത്യമായിരുന്നു. ഇവിടെ കള്ളം പറഞ്ഞത് അമേരിക്കയും ഇസ്രായേലുമാണ്. അവർ ചെയ്തത് തെറ്റാണ് എന്ന് ലോകത്തിനൊരു സന്ദേശം അവരിലൂടെ തന്നെ നൽകാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ഇനി ഇറാൻ ആക്രമിച്ചു തകർത്ത ഇസ്രായേലിൻ്റെയും ഈ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും ഒക്കെ ഭാഗങ്ങൾ അവിടെ തന്നെ കിടക്കുകയാണ്. പക്ഷെ ഇവരെല്ലാം ചേർന്ന് ഇറാനെ രക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ഇറാനെ സഹായിക്കുകയാണ്. അങ്ങനെ ഒരു നയത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞത് ഇറാന്റെ ശക്തിയാണ് സൂചിപ്പിക്കുന്നത്. അതായത് മറ്റു രാജ്യങ്ങളെല്ലാവരും ഇറാനെ സഹായിക്കണം, ഇറാൻ ആക്രമണത്തിലൂടെ തകർത്തുമൊക്കെ അവിടെ തന്നെ കിടക്കും എന്ന് പറയുന്നത് ഇറാനോട് നഷ്ടപരിഹാരം ചോദിക്കാനുള്ള മറ്റു രാജ്യങ്ങളുടെ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഇറാന് ഒരു അവസരം കൊടുക്കുന്നത് അമേരിക്ക ഇറാനോടുള്ള ഭയം കൊണ്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടായ നാശനഷ്ടം, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കുണ്ടായ നാശനഷ്ടം, ഇസ്രായേലിനുണ്ടായ നാശനഷ്ടം, ഇതൊക്കെ സ്വന്തം ചെലവിൽ അവരവർ നിർമ്മിക്കണം. ഇറാനോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഇറാൻ അത് നൽകില്ല എന്ന നിലയിലേക്ക് ഈ കരാറിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിലൊക്കെ ഉപരിയായി ഇസ്രായേലിന് വലിയ ഭീഷണിയാവുകയും ഇറാന് വളരെയധികം നേട്ടമാവുകയും ചെയ്യുന്ന ഒരു 10ാമത്തെ കണ്ടീഷൻ ഇതിനകത്തുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ച് ഒരു അക്ഷരം ഈ കരാറിൽ പറഞ്ഞിട്ടില്ല. ഈ യുദ്ധമുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം. ഇസ്രായേൽ ഇറാന്റെ കരുത്തിൽ ഭയന്ന് ഇറാൻ കൂടുതലായി ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നു, ഇറാൻ കരുത്താർജിക്കുന്നു, ഇറാൻ ശക്തമായ രാജ്യമായി വരുന്നു, ഇറാൻ ആയുധപരമായി വലിയ മുന്നേറ്റം നടത്തുന്നു, ഇതൊക്കെ തങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുദ്ധത്തിലേക്ക് അമേരിക്കയെ ഇസ്രായേൽ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ ഇസ്രായേലിന് ശക്തമായി തിരിച്ചടി കിട്ടുന്ന വിധത്തിൽ ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് ശേഖരവുമായി മുന്നോട്ട് പോവുകയാണ്. നിരായുധീകരണം എന്നത് ഇറാന്റെ അജണ്ടയിലില്ല. ഇറാനെ നിരായുധീകരിക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രതിരോധം, ബാലിസ്റ്റിക് മിസൈൽ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും അമേരിക്ക ഇനി ഇടപെടില്ല എന്ന് അമേരിക്ക പറയുമ്പോൾ അത് ഇസ്രായേലിന് മേലുള്ള ഒരു വാളായി അങ്ങനെ തൂങ്ങിക്കിടക്കും. ഇനി 11ാമതായി ഇറാന് വലിയ നേട്ടമുണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തമായി മാറാൻ പോവുകയാണ്. പണ്ട് പേർഷ്യൻ ഗൾഫ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഏറ്റവും സൂപ്പറായിട്ടുള്ള പശ്ചിമേഷ്യയിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഇറാൻ. ആ മേഖലയിലേക്ക് ആ രീതിയിലേക്ക് ഇറാൻ മടങ്ങി പോവുകയാണ്. ഏറ്റവും ഗംഭീരമായ മിഡിൽ ഈസ്റ്റ് രാജ്യം എന്ന നിലയിലേക്ക് വർഷങ്ങൾക്കുള്ളിൽ ഇറാൻ എത്തും. കാരണം ഇറാൻ ഇനി ലോകരാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെടാം, ഉപരോധങ്ങളില്ല, അന്താരാഷ്ട്ര തലത്തിൽ വ്യവസായം നടത്താം, ഇറാനിലേക്ക് വലിയ നിക്ഷേപങ്ങൾ വരുന്നു. ഇനീഷ്യലായി $54,000 കോടി ഫണ്ട് ഇറാൻ ലഭിക്കാൻ പോവുകയാണ്. ഇറാന്റെ പരമാധികാരത്തിൽ, ഇറാന്റെ വാണിജ്യ നീക്കങ്ങളിൽ ഒന്നും ആരും ഇനി ഇടപെടാൻ പോകുന്നില്ല. അത് സംബന്ധിച്ച് ഇറാന് വലിയ മുന്നേറ്റമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാൻ ഒരു ലോകശക്തി എന്ന നിലയിലേക്ക് ഇപ്പോൾ തന്നെ അറിയപ്പെട്ടു തുടങ്ങുന്നു എന്നുള്ളതാണ്. അതായത് ലോകശക്തി എന്ന് പറഞ്ഞ് ഇത്രയും നാൾ ഇഷ്ടമുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു കയറി അവിടങ്ങളിൽ മുഴുവൻ എന്ത് രീതിയിൽ എന്ത് കാര്യം ചെയ്യാനും അമേരിക്കയ്ക്ക് ഭയമുണ്ടായിരുന്നില്ല. അമേരിക്ക അതിലൊക്കെ വിജയിച്ചിരുന്നു. വെനസ്വലയിൽ പോലും അത് നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടതാണ്. പക്ഷേ ഇറാന് മുന്നിൽ അമേരിക്ക എന്ന ലോകശക്തി, അതിനൊപ്പം നിൽക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന മറ്റൊരു ലോകശക്തി ഇറാന് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇറാൻ ഒരു ലോകശക്തിയാണ് എന്നു തന്നെയാണ്. ലോകശക്തികളെ മുട്ടിലിഴയിച്ച് കീഴ്പ്പെടുത്തി തോറ്റോടാൻ പ്രേരിപ്പിച്ച ഇറാൻ ഇപ്പോൾ തന്നെ ഒരു പവർഫുൾ നാഷനാണ് എന്ന കാര്യം, അല്ലെങ്കിൽ എന്ന സത്യം ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു, ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ കരാർ വരുന്നത് ആത്യന്തികമായി ഏറ്റവും അധികം നേട്ടമാകുന്നത് ഇറാനാണ്. ഇറാന്റെ ഒരു വൻ ശക്തി എന്ന കുതിപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.